ബിഗ് ബോസ് മലയാളം സീസൺ 6 അങ്ങനെ ഒരു സീസൺ 6ൻ്റെ ലോഞ്ച് ഡേ ആയിരുന്നു. അങ്ങനെ ഒരു വർഷത്തിന് ശേഷം വീണ്ടും ആ ഒരു ബിഗ് ബോസ് നാടുകളിലേക്ക് വന്നിരിക്കുകയാണ്. സീസൺ 6 ഒരുപാട് മാറ്റങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നതെന്നാണ് അതിൻ്റെ ക്രിയേറ്റേഴ്സ് പറയുന്നത്. കാരണം കഴിഞ്ഞ സീസൺ പോലെ ആയിരിക്കില്ല ഈ സീസൺ, ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഓക്കെ, നമുക്ക് ലിറ്ററലി കാണാൻ പറ്റും എന്നുള്ളത് കൂടിയാണ്. അതായത് പല മാറ്റങ്ങളും നമ്മളിപ്പോൾ തന്നെ വിഷ്വലി കണ്ടിട്ടുണ്ട്. പണ്ട് ഒരൊറ്റ ബെഡ്റൂം ആയിരുന്നെങ്കിൽ ഇപ്പോൾ അവിടെ 4 ബെഡ്റൂമുണ്ട്. അതായത് ഓരോ ടീമിനും ഓരോ ബെഡ്റൂം വെച്ചിട്ട് ഒരു മാസ്റ്റർ ബെഡ്റൂമുണ്ട്. അവിടെയുള്ളവർക്കായിരിക്കും ഏറ്റവും പവർ കൂടുതൽ, ബാക്കിയുള്ളതെല്ലാം ചെറിയ ചെറിയ ബെഡ്റൂമുകളാണ് എന്ന് ഉള്ള രീതിയിലാണ്. അതേപോലെ തന്നെ ഹൗസിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ റൂൾസിനും റെഗുലേഷൻസിനും എല്ലാം മാറ്റം കൊണ്ടുവന്നിട്ടാണ് ബിഗ് ബോസ് സീസൺ 6 തുടങ്ങിയിരിക്കുന്നത്. ഇന്ന് ലോഞ്ച് ഡേ ആയതുകൊണ്ട് തന്നെ ആ ഒരു കണ്ടസ്റ്റൻസിൻ്റെ ഇൻട്രോയും അവരുടെ ഒരു പരിചയപ്പെടുത്തലും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ യൂഷ്വലി കാണാനുള്ള സാധനങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതാണ്, എല്ലാ സീസണിലും നമ്മൾ കണ്ടതാണ്. അപ്പം പുതിയ 19 കണ്ടസ്റ്റൻസ്, ഒരു പരിചയമില്ലാത്ത 19 ആൾക്കാരെ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ട് ലാലേട്ടൻ. യൂഷ്വലി കഴിഞ്ഞ വട്ടത്തെ പോലെ തന്നെ ഈ വട്ടവും എല്ലാ വട്ടത്തെയും പോലെ തന്നെ ലോഞ്ച് ഡേയിലെ ഒരു യൂഷ്വൽ തിങ് തന്നെ ആയിരുന്നു. അല്ലാണ്ട് പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഓരോരുത്തരുടെയും ഇൻട്രോ. പക്ഷേ എനിക്ക് ഈ വട്ടത്തെ കണ്ടസ്റ്റൻസിനെ കണ്ടപ്പോൾ തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ തവണ കൂടുതൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ വട്ടം കൂടുതൽ സെലിബ്രിറ്റികൾ, അതായത് ആക്ടേഴ്സ് അല്ലെങ്കിൽ ആക്ട്രസ്, സിനിമ സീരിയൽ ആക്ടേഴ്സാണ് കൂടുതലുള്ളത്. അതിൽ ഏഷ്യാനെറ്റിൻ്റെ പ്രോഡക്ട്സ് കുറേ ഉണ്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഒന്നോ രണ്ടോ യൂട്യൂബേഴ്സിനെ എടുത്ത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സിനിമയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സീരിയലുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളാണ്. അതെനിക്ക് തോന്നുന്നു ഈ നന്മമരങ്ങളിൽ നിർത്താനുള്ള പരിപാടിയാണ്. അതായത് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നവർക്ക് അവരുടെ ഒരു, നമ്മൾ കഴിഞ്ഞ വട്ടം കണ്ടതാണ് അവരുടെ ഒരു നന്മമരം കളികൾ, അത് ഒഴിവാക്കാൻ വേണ്ടിയും ആ ഒരു സാധനങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഈ വട്ടം കുറച്ചും കൂടെ ആ ഒരു മാറ്റങ്ങൾ കൊണ്ടുവന്നത്. എന്തായാലും 19 പേരും അകത്ത് പോയിട്ടുണ്ട്. മറ്റന്നാൾ തൊട്ട് നമുക്ക് ആ ഒരു ലൈവും കാര്യങ്ങളും കണ്ടു തുടങ്ങാം, എപ്പിസോഡുകൾ വന്ന് തുടങ്ങും. എന്തായാലും നമുക്ക് ആ ഒരു ആരൊക്കെയാണ് കണ്ടസ്റ്റൻസ് എന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തി പോകാം. എല്ലാവരും കണ്ടതാണെങ്കിലും വെറുതെ പരിചയപ്പെടുത്തി പോകാം. ആദ്യം വന്നത് അൻസിബ ഹസനാണ്. അൻസിബ ഹസനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ദൃശ്യം മൂവിയിലെ ആ മൂത്ത കുട്ടി, അതായത് വരുൺ വീഡിയോ എടുക്കുന്ന കുട്ടി, ലാലേട്ടൻ്റെ മൂത്ത മകളായിട്ട് അഭിനയിക്കുന്ന അൻസിബ ഹസൻ ആക്ട്രസ്സാണ്, സിനിമ ആക്ട്രസ്സാണ്. അപ്പം അൻസിബയാണ് ആദ്യം വന്നത്. അതിനുശേഷം വന്നത് ജിൻഡോയാണ്. ജിൻഡോയെ ഒരു തരത്തിൽ നമ്മളറിയില്ല, കാരണം അങ്ങനെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരാളൊന്നുമല്ല. പക്ഷേ സെലിബ്രിറ്റി ജിം ട്രെയിനറാണ്, ബോഡി ബിൽഡറാണ്. അത് ഒരു അടിപൊളി സംഭവമായിരിക്കും ജിൻഡോ. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു മാസ് റെപ്രസെൻറ്റേഷനാണ് ജിൻഡോയ്ക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ വന്നത് യമുന റാണിയാണ്. യമുന റാണി നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. കാരണം സീരിയൽ കാണുന്നവർക്ക്, അല്ലെങ്കിൽ പണ്ട് കാലം തൊട്ടേ സീരിയൽ കണ്ടുവരുന്നവർക്ക് അറിയാൻ പറ്റുന്നതാണ്. യമുന റാണി ഇല്ലാത്തൊരു സീരിയൽ ഇല്ലായിരുന്നു ഏഷ്യാനെറ്റിൽ കുറേ കാലങ്ങൾക്ക് മുമ്പ് എപ്പോഴും. അപ്പം യമുന റാണിയാണ് മൂന്നാമതായിട്ട് വന്നത്. പിന്നെ വന്നത് ഋഷിയാണ്. ഋഷി എന്ന് പറഞ്ഞാൽ പലർക്കും അറിയില്ല, പക്ഷേ മുടിയൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. നമ്മുടെ ഉപ്പുമുളകും സീരിയലിനകത്തെ മുടിയനായിട്ട് അഭിനയിച്ചിട്ടുള്ള ഋഷിയാണ് അടുത്തൊരു കണ്ടസ്റ്റൻ്റ് എന്നുള്ളത്. അതും ആക്ടറാണ് എന്നുള്ളതാണ്. അടുത്തത് ജാസ്മിൻ ജാഫർ. ജാസ്മിൻ ജാഫറിനെ അറിയാത്ത മലയാളികളുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരി എയറിൽ വന്നിട്ട് ഇങ്ങനെ പോകും യൂട്യൂബിൽ. അതായത് ഒരു വ്ളോഗറാണ്, ബ്യൂട്ടി വ്ളോഗറാണ്, പിന്നെ ഡെയിലി വ്ളോഗ്സൊക്കെ ചെയ്യാറുണ്ട്. പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും വിവാദമായിട്ട് വരും. ബ്യൂട്ടി പ്രോഡക്ട്സിൻ്റെ എന്തോ ഇഷ്യൂ ആയിട്ട് ഇന്നാൾക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര രീതിയിൽ കോൺട്രവേഴ്സികളൊക്കെ ഉണ്ടായ ഒരു യൂട്യൂബർ കൂടിയാണ്. പിന്നെ വന്നത് സിജോ ജോണാണ്. സിജോ ടോക്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്, യൂട്യൂബറാണ്. അപ്പം ഇപ്പം തന്നെ 2 യൂട്യൂബേഴ്സിനെ നമ്മൾ പരിചയപ്പെടുത്തി. പിന്നെ വന്നത് ശ്രീതു ഒരു എനിക്കൊന്ന് ബോൺ ആൻഡ് ബോട്ടപ്പിൻ തമിഴ്നാടാണ്. അപ്പം ഹാഫ് മലയാളി ഹാഫ് തമിഴാണെന്ന് തോന്നുന്നു. സീരിയൽ ആക്ട്രസ്സാണ്. മലയാളത്തിലും തമിഴിലും സീരിയൽസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. എന്തായാലും ഞാൻ കണ്ടിട്ടില്ല ശ്രീതുവിനെ ഇതുവരെ. പിന്നെ ഉള്ളത് ജാൻമണി ദാസ് മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. മലയാളിയല്ല, പ്യൂർ മലയാളിയല്ല. കേരളത്തിൽ വന്നിട്ട് 10-15 വർഷമായിട്ടേ ഉള്ളൂ. സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ജാമിനി ദാസ് എന്ന് പറയുന്നത്. പിന്നെ രതീഷ് കുമാർ ആക്ടറാണ്, ആർട്ടിസ്റ്റാണ്. ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് കൂടുതൽ ആക്ടർ ആർട്ടിസ്റ്റ് ആ ഒരു സാധനമാണ് വരുന്നതെന്നുള്ളത്. പിന്നെ വന്നത് ശ്രീരേഖയാണ്. ശ്രീരേഖ ആക്ട്രസ്സാണ്. അതും സീരിയൽ, സിനിമ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ഒരു ആക്ട്രസ്സാണ്. പിന്നെ ഉള്ളത്
എനിക്ക് തോന്നുന്നു റോക്കി എന്നാണ് പേര്. റോക്കി ടാറ്റു ആർട്ടിസ്റ്റാണ്, കിക്ക് ബോക്സറാണ്, റൈഡറാണ്. എനിക്ക് തോന്നുന്നു മറ്റേ എന്തായിരുന്നു, ഹാർലി ഡേവിഡ്സൺ റൈഡറാണ്. പിന്നെ അപ്സര കുടുംബവിളക്ക് അല്ല, സ്വാന്തനത്തിലെ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തിട്ടുള്ള, കുടുംബവിളക്കിൽ നിന്ന് ആരുണ്ടെന്ന് തോന്നുന്നു, കുടുംബവിളക്കല്ലേ ആണ്, സ്വാന്തനത്തിലെ നെഗറ്റീവ് റോൾ ചെയ്തിട്ടുള്ള ആ ഒരു ആക്ട്രസ്സാണ്. അപ്പം സീരിയൽ കാണുന്നവർക്ക് ഞാൻ പറഞ്ഞല്ലോ ഏഷ്യാനെറ്റിൻ്റെ പ്രോഡക്റ്റ്സ് ഇതിനകത്ത് കുറേ ഉണ്ട് എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു ഏഷ്യാനെറ്റ് പ്രോഡക്റ്റാണ് ഈ അപ്സര എന്ന് പറയുന്നത്. അടുത്ത് ഗബ്രി ജോസ് ആക്ടറാണ്. ഞാൻ കണ്ടിട്ടൊന്നുമില്ല. നമ്മൾ അങ്ങനെ വലിയ ആക്ടർ അല്ലെങ്കിൽ സെലിബ്രിറ്റി എന്നൊന്നും പറയാൻ പറ്റുന്ന ആ ഒരു ആക്ടറൊന്നും അല്ല ഗബ്രി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇനി നമ്മൾ ബിഗ് ബോസിലൂടെയാണല്ലോ പലരെയും നമ്മൾ അറിയുന്നത്. അടുത്തത് നോറ മുസ്കിൻ എനിക്ക് തോന്നുന്നു ഒരു യൂട്യൂബറാണ്, പിന്നെ ട്രാവലർ, അങ്ങനെ യൂട്യൂബ് സ്ട്രീമറാണ് എന്നാണ് അതിനകത്ത് പറഞ്ഞത് എന്തായാലും. അടുത്തത് അർജുൻ ഷാ ഒരു മോഡലാണ്, സിവിൽ എഞ്ചിനീയറാണ്, ആക്ടറും ആവണം എന്നുള്ള മുഖമായിട്ട് വന്നതാണ്, കോട്ടയംകാരനാണ്. അർജുൻ ഷാ എനിക്ക് കുറച്ച് നമുക്ക് ഓരോ കണ്ടസ്റ്റൻസ് വരുമ്പോഴും ഓക്കെ ഇയാൾ നല്ലതായിരിക്കും ഒരു ഇൻഡ്യൂഷൻ വരുമല്ലോ. അർജുൻ ഷാ വന്ന സമയത്ത് എനിക്ക് ചെറിയ ഇൻഡ്യൂഷൻ, പുള്ളി നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ചെറിയ ഇൻഡ്യൂഷൻ ഉണ്ട്. ഇനി എന്താകുമെന്ന് അറിയില്ല. പിന്നെ വന്നത് സുരേഷ് മേനോൻ ആക്ടറാണ്. നമ്മളുടെ ഭ്രമരം സിനിമയിൽ ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള ആക്ടറാണ്. ഇപ്പോൾ പുള്ളിയുടെ ലുക്കൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്, നമ്മൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല എന്നുള്ളതാണ്. അടുത്തത് ശരണ്യ ആനന്ദ്, ഞാൻ പറഞ്ഞല്ലോ കുടുംബവിളക്ക് സീരിയലിലെ ആക്ടറാണ്. കുടുംബവിളക്ക് കാണാത്തതുകൊണ്ട് നമുക്കറിയില്ല. അപ്പം അതും ഒരു ഏഷ്യാനെറ്റ് പ്രോഡക്റ്റാണ്. ഇനിയുള്ളത് 2 കോമണേഴ്സാണ്, നിഷാനയും റസ്മിനും. കഴിഞ്ഞ തവണത്തെ പോലെ അല്ല ഈ വട്ടത്തെ കോമണേഴ്സിനെ എടുത്തത്. അതായത് ആർക്ക് വേണമെങ്കിലും കോമണേഴ്സായിട്ട് എൻട്രി ചെയ്യാനായിട്ട് വീഡിയോ അയച്ചു കൊടുക്കാമായിരുന്നു, ഒരു ഇൻട്രോ വീഡിയോ അയച്ചു കൊടുക്കണമായിരുന്നു, നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാമായിരുന്നു. അങ്ങനെ വന്ന 10,000-കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കണ്ടസ്റ്റൻസിൽ നിന്ന് സെലക്ട് ചെയ്ത 2 പേരാണ്. എന്തായാലും അവർ 2 പേരും കുറച്ച് എനർജറ്റിക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ നിഷാന ആണെന്ന് തോന്നുന്നു, അല്ല 2 പേരും അത്യാവശ്യം റൈഡേഴ്സ് അല്ലെങ്കിൽ കുറച്ച് സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ 2 പേരും കുറച്ച് ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന, ഒരാൾ എനിക്ക് ടീച്ചർ എന്തോ ആണ്, ഒരാളും അതേപോലെ തന്നെ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുള്ളവരാണ്. 2 പേരും എനർജറ്റിക്കാണ് നിൽക്കുന്നത്. ഈ വന്ന കോമണേഴ്സിന് എന്തോ പവറൊക്കെ ഉണ്ട്. ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് പവർ കാര്യങ്ങളെന്നൊക്കെ മനസ്സിലാക്കുകയുള്ളൂ. എന്തായാലും ഈ വട്ടത്തെ ബിഗ് ബോസ് തകർക്കും എന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരുപാട് വ്യത്യസ്തമായ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത്. ഇനി വരും ദിവസങ്ങളിലെ ടാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ടായാലേ മനസ്സിലാവുള്ളൂ. ഫസ്റ്റ് ഡേ എനിക്ക് തോന്നുന്നു ക്യാപ്റ്റൻസി ടാസ്ക് എന്താണ് നടക്കുന്നത്, അതിൻ്റെ ഒരു ചെറിയ പ്രമോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊട്ടണം. നമുക്കറിയാം ബിഗ് ബോസ് ആദ്യത്തെ 1 വീക്ക് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. ഇതൊന്ന് സെറ്റായി വന്നെങ്കിൽ മാത്രമേ ഒരു പവർഫുൾ സാധനങ്ങൾ വരുള്ളൂ. അടിപൊട്ടണം. ഇനി ആര് ലവ് സ്ട്രാറ്റജി കളിക്കും, ആര് ഫ്രണ്ട്ഷിപ്പ് സ്ട്രാറ്റജി കളിക്കും, എന്തൊക്കെ സ്ട്രാറ്റജി ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടി വരും. എന്തായാലും ഒരു 2 ആഴ്ച കഴിയുമ്പോഴേ നമുക്ക് ആരൊക്കെ എങ്ങനെയൊക്കെ പോകും, ഇതിലാരൊക്കെ കളിക്കും, ആരൊക്കെ ഔട്ടാകും എന്ന് പറയാൻ പറ്റുള്ളൂ. ഞാൻ ആദ്യമേ ഒന്നും പറയുന്നില്ല, കഴിഞ്ഞോട്ടത്തെ പോലെ ഒന്നും പറയുന്നില്ല, കുറച്ച് കഴിയട്ടെ. കഴിഞ്ഞോട്ടം നമ്മൾ വിന്നറിനെ ഫസ്റ്റ് റൗണ്ടിൽ ഔട്ടാകും എന്നൊക്കെ പറഞ്ഞാണ്. എന്തായാലും അത് കഴിഞ്ഞു. ഇനി സീസൺ 6ൻ്റെ കളികളായിരിക്കും. അങ്ങനെ ഒരു 100 ദിവസത്തെ സാധനം കൂടെ വരികയാണ്. നമുക്ക് നോക്കാം എങ്ങനെ പോകും എന്നുള്ളത്. ബിഗ് ബോസ് സീസൺ 6 അവരുദ്ദേശിക്കുന്ന പോലെയൊക്കെയാണ് പോകുന്നത്, റേറ്റിംഗ് വരുമോ ഇല്ലെന്നൊക്കെ നോക്കാം. എന്തായാലും ഇത്രയായിരുന്നു ഇന്നത്തെ ഒരു ലോഞ്ച് എപ്പിസോഡിൽ കാണിച്ചത്. പിന്നെ ആസ് യൂഷ്വൽ ലാലേട്ടൻ്റെ കാര്യം അത് ഒക്കെ ആയിരുന്നു. പിന്നെ നമ്മുടെ റിനോഷ് വന്നൊരു പാട്ട് പാടിയിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു, റിനോഷിൻ്റെ ഒരു പാട്ട്. അല്ലാണ്ട് ഇതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഓരോരുത്തരെ വിളിക്കുന്നു, പരസ്യം കാണുക എന്നുള്ളതായിരുന്നു. എനിക്കൊന്നും എപ്പിസോഡിൻ്റെ കാര്യം കൂടുതൽ പരസ്യം കണ്ടു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. 2 പേരെ വിളിക്കും, ഒരു പരസ്യം. 3.5 മണിക്കൂർ എന്തോ ഉണ്ടായിരുന്നു. 7:15 തുടങ്ങിയിട്ട് 10:45 വരെ. പക്ഷേ 2 കാര്യമില്ല. എന്തായാലും ഐ ആം വെയിറ്റിംഗ് ഫോർ ദ സീസൺ 6. ഒരു പവർ വരട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.